ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്ത് സാധനം സെറ്റാക്കി കൊടുക്കാം. ഇത് ഭയങ്കര സ്മെല്ലാട്ടോ, അത് വൈപ്പ് ഔട്ട് ചെയ്ത് എടുക്കണം. ഒരു റൗണ്ട് ആയെന്ന് തോന്നുന്നുണ്ട്. ഇവിടെയും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു റൈഡോ അല്ലെങ്കിൽ ഒരു വ്ളോഗോ ഒന്നുമല്ല. അപ്പോൾ നമ്മളൊരു ലോങ് റൈഡ് കഴിഞ്ഞ് വന്നിട്ട് ഇരിക്കുകയാണ്. അതിൻ്റെ കോലമാണ് നിങ്ങൾ ഈ കാണുന്നതെല്ലാം. വണ്ടി ഫുൾ ചെളിയാണ്. അപ്പോൾ ഒരു അടുത്ത റൈഡ് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മളൊരു റൈഡ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിയിൽ നമ്മൾ ചെയ്യാറ് എന്നാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിതിൽ വാഷ് ചെയ്യും. യൂഷ്വലി ഞാൻ തന്നെയാണ് വാഷ് ചെയ്യാറ്, കാരണം അതാണ് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ളൊരു പരിപാടി. പിന്നെ ഇന്നിപ്പോൾ ഞാനിപ്പോൾ അത് നമ്മൾ അവിടെ കൊടുക്കാൻ പോകണം, വാട്ടർ സർവീസിന് കൊടുക്കാൻ പോകും. കാരണം നന്നായിട്ട് നമുക്ക് കൈ എത്തിച്ചേരാത്ത സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ ചളിയും പൊടിയും പൊട്ടെല്ലാം ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ തിരിച്ചു വരുന്ന വരെ ഫുൾ മഴയായിരുന്നു. അവിടെ നല്ല ചളിയുണ്ട്. പിന്നെ ഒന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയിൻ ലൂബ് ചെയ്യാനുണ്ട്. അപ്പോൾ വാഷിങ്ങും ചെയിൻ ലൂബിങ്ങും കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സിലിക്കണിൻ്റെ ഒരു സ്പ്രേ വരുന്നുണ്ട്, ഒരു കോട്ടിങ്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ബോഡി പാർട്ടിനൊക്കെ ഇടാനുണ്ട്. പിന്നെ ഈ ബ്ലാക്ക് കളർ ക്ലാഡിങ് വരുന്ന ഈ സംഭവങ്ങൾ, മിററിൻ്റെ ഈ ഭാഗം, അതിനൊക്കെ ഒരു ഓയിലിംഗ് ഷൈനർ എന്ന് പറയുന്ന ഒരു 3M ഒരു സംഭവം വരുന്നുണ്ട്. അതെല്ലാം ഇട്ട് നമ്മളൊന്ന് വണ്ടി ഒന്ന് കുട്ടപ്പനാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വാട്ടർ സർവീസിലോട്ട് പോവാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യാന്ന്. സോ നമുക്ക് നേരെ സർവീസ് സെൻ്ററിലോട്ട് വിടാം. അവിടെ ചെന്നിട്ട് തിരക്കുണ്ടോയെന്ന് അറിയില്ല, കാരണം ഇന്ന് പ്രത്യേകിച്ച് തിരക്കൊന്നും കാണത്തില്ലായിരിക്കും എന്ന് വിചാരിക്കാം. സോ നമ്മൾ സർവീസ് സെൻറ്ററിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ഇവിടെ നന്നായിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്തിട്ട് നോക്കാം. സോ ഗൈസ്, നമ്മളിപ്പോൾ അങ്ങനെ വണ്ടി വാഷിംഗ് എല്ലാം കഴിഞ്ഞ് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ്. ഇരുത്തിയിരിക്കുകയെന്ന് പറയാൻ കാരണം എന്താ, പാഡൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കി ഇരുത്തിയിരിക്കുകയാണ് നമ്മുടെ ചെയിൻ ലൂബ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവന്മാർ കഴുകിയത് പൊതുവെ ഞാൻ തന്നെയാണ് കഴുകാറ് അധിക ദിവസം. ഈ പ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ നല്ല ചളി ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് അവരെ കൈ കൊടുത്തത്. പക്ഷേ തീരെ സെറ്റായിട്ടില്ല, ക്ലീൻ ആയിട്ടില്ല. ആക്ച്വലി ഇവിടെയൊക്കെ ചളി ഇപ്പോഴും കെടുപ്പുണ്ട്. അത് പോട്ടെ. അപ്പോൾ ഏതായാലും നമ്മൾ ചെയിൻ ലൂബിങ് പരിപാടിയിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്തുള്ള സംഭവങ്ങളെന്ന് പറയുന്നത് ഇതാണുള്ളത്. ഞാൻ മോട്ടൂളിൻ്റെ ചെയിൻ ലൂബും സംഭവങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊരു ചാത്തനാണ് ചെയിൻ ലൂബ്, കാരണം മോട്ടൂളിൻ്റെ സംഭവം കഴിഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഇപ്പം പോയി വാങ്ങിച്ചു കൊണ്ടുവന്ന സംഭവമാണ്. ഏതോ ചാത്തൻ കമ്പനിയാണ്. തൽക്കാലം ഇപ്പോൾ നമുക്ക് അതടിക്കാം. ഇത് ക്ലീനറാണ് മോട്ടൂളിൻ്റെ. പിന്നെ ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വാഷിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം സിലിക്കൻ്റെ ഒരു സ്പ്രേ ആണിത്. പൊട്ടോളിൽ എന്ന് പറയുന്ന കമ്പനിയുടെ. നമുക്ക് നല്ല ഗ്ലേസിംഗ് ഒക്കെ കിട്ടും. സിലിക്കൺ ഒരു കോട്ടിങ് വരും. ഇത് പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞിരുന്ന നമ്മുടെ ഇതുപോലത്തെ ബ്ലാക്ക് ക്ലാഡിങ് ഒക്കെ വരുന്ന സ്ഥലത്തോട്ട് നമുക്ക് കുറച്ചുകൂടെ ഷൈനിങ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു 3M പ്രൊഡക്റ്റാണത്. അപ്പോൾ നമുക്ക് നേരെ എന്താ പറയുക, ചെയിൻ ലൂബിങ് പരിപാടിയിലോട്ട് കിടക്കാം. അപ്പം ക്ലീനർ അടിക്കാൻ പോവാണ് ഗൈസ്. എങ്ങനെ അടിക്കണമെന്ന് വലിയ ക്യാമറ ഉള്ളതുകൊണ്ട് ഈ പാഡോക്ക് സ്റ്റാൻഡ് അങ്ങ് സുഖമാണ്. അല്ലെങ്കിൽ സെൻറ്റർ സ്റ്റാൻഡ് വേണം. നമ്മളെ വണ്ടിക്ക് പിന്നെ സെൻറ്റർ സ്റ്റാൻഡ് വരാത്തത് കൊണ്ട് നമ്മൾ പാഡോക്ക് വേറൊന്ന് വാങ്ങിച്ചാണ്. പിന്നെ ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് അഴുക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒരു 1-2 മിനിറ്റ് നമ്മൾ അതുപോലെ ഇടുക.
ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിത് ബ്രഷ് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഗൈസ്. അപ്പോൾ ഈ ബ്രഷാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടിപ്പോൾ ഒരു 1.5 കൊല്ലമായി. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ഇതുപോലെ ഇവിടെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ നമുക്ക് 2 സൈഡിലും നല്ല പ്രഷറിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇനിയൊന്ന് തുണിക്കഷ്ണം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കട്ടോ. ഏതെങ്കിലും ഒരു വേസ്റ്റ് തുണി കിട്ടിയാൽ മതി, നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ചെയിൻ നന്നായിട്ട് വെളുവെളുപ്പ് ഇരിക്കണം. നമ്മൾ ക്ലീൻ ചെയ്യുന്ന പോലെ ഇരിക്കും കേട്ടോ. ഉണ്ടോ, ഇത്രയും ചെളിയാണ് അതിൻ്റെ അകത്തുനിന്ന് പോകുന്നത്. ചെളിയല്ല, ഗ്രീസും നമ്മളടിച്ച ഓയിലും. നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ചിട്ട്, ഒരു കാരണവശാലും വണ്ടി ഇതുപോലെ എന്താ പറയുക സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ അങ്ങോട്ട് ആക്കിയത്, ഇങ്ങോട്ട് ആക്കുന്നതിന് പേരെ വന്നാൽ കൈ ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കൈ മുറിഞ്ഞു പോകും. അപ്പോൾ ആ പണിക്ക് നിൽക്കരുത്. ഏകദേശം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ഗൈസ്. ഒന്നുകൂടെ നമുക്കൊന്ന് തുടച്ചിട്ടെടുക്കാം. അപ്പോൾ അടുത്ത പരിപാടി നമുക്ക് ചെയിൻ ലൂബ് ചെയ്യാം. ഇതൊരു ചാത്തനാണ്, എന്നാലും നോക്കാം. തൽക്കാലം ഇപ്പോൾ മോട്ടുകളെങ്കിലും കിട്ടിയില്ല. അപ്പോൾ ഇതടിച്ചിട്ട് നമുക്ക് നോക്കാം. ഇത് വൈറ്റ് കളറാണല്ലോ. ഈ വൈറ്റുകൾ നോക്കണ്ട കേട്ടോ, അത് കുറച്ച് കഴിഞ്ഞാൽ അത് കാണത്തില്ല. അതൊന്ന് നമുക്കൊന്ന് വൈപ്പ് ഔട്ട് ചെയ്തെടുക്കണം. ഒരു റൗണ്ട് ആയെന്ന് തോന്നുന്നുണ്ട്. ഇവിടെയും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇത് മതിയാവും. അപ്പോൾ ഇനി ഓവർ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് തെറിക്കത്തില്ല. ഇപ്പോൾ ഇത് ടയർമെലെല്ലാം ആയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ. ടയറിലും പ്രത്യേകിച്ച് ഡിസ്കിലൊന്നും ആവരുത്, ബ്രേക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. ഓ മൈ ഗോഡ്, കൈ. അപ്പോൾ ചെയിൻ ലൂബിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ സിലിക്കൺ സ്പ്രേ ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ഇതിൽ സാധനമില്ലേ, സോറി ഗൈസ്, ഇത് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നണം. ഉണ്ട്, സാധനമുണ്ട്, കുറച്ചുകൂടെ ഉണ്ട്. ഇതിങ്ങനെ അടിച്ചു കൊടുക്കുക നമുക്ക്. എന്നിട്ട് മൊത്തത്തിൽ ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്ത് സാധനം സെറ്റാക്കി കൊടുക്കുക. ഇത് ഭയങ്കര സ്മെല്ലാട്ടോ, അത് മൂക്കിലോട്ട് അടിച്ച് കയറാതെ നോക്കണം. അപ്പോൾ അത് അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നല്ല ഇതുപോലത്തെ മൈക്രോ ഫൈബർ കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞാൽ നല്ല ഗ്ലേസിങ് ആയിരിക്കും. ഇതിന് ഓൾറെഡി നമ്മൾ സെറാമിക് ഒക്കെ ചെയ്തിട്ടുണ്ട്, PPF ഒക്കെ ചെയ്തതാണ്. എന്നാലും
ഒരു കോട്ടിങ് കൂടി കിടക്കട്ടെ. നല്ല ഗ്ലേസിങ് ആയിരിക്കും ഇത്. ടയറിൻ്റെ മഡ് ഗാർഡ് മേലെ അടിച്ചിട്ടില്ല. അപ്പം സിലിക്കൺ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതാണ് സംഭവം. 3-in-1 ഷൈൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇതുപോലത്തെ ബ്ലാക്ക് ക്ലാഡിങ് കളർ വരുന്ന സ്ഥലത്തോട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കത് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. ഷൈനർ ജസ്റ്റ് ഇവിടെ കുറച്ച് ആക്കുന്നു. എന്നിട്ട് ഇതുപോലത്തെ സ്ഥലത്ത് ഇങ്ങനെ നന്നായിട്ട് ചെയ്യുന്നു. നല്ല ഗ്ലേസിങ് ആട്ടോ അത്. നല്ലൊരു ഇത് കിട്ടും നമുക്ക്. പെയിൻറ്റുള്ള ഇത് all-in-one ഷൈനർ എന്നാണ്. ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് ആക്കാം കേട്ടോ. ഇന്ന ഭാഗമൊന്നുമില്ല. പക്ഷേ ബ്ലാക്കുള്ള സ്ഥലത്താക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഷൈനിങ് കിട്ടും. അപ്പം നമ്മുടെ ഒരു വണ്ടി എങ്ങനെ അടുത്ത റൈഡിന് മുമ്പ് സെറ്റപ്പ് ആക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത്. അപ്പം ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. ചിലർക്ക് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കാം. അപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.